മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് പുനർജനി പദ്ധതി അന്വേഷണത്തിൽ വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. പുനർജനിക്കായി മാത്രം മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വിദേശത്ത് നിന്ന് പിരിച്ച പണം വന്നത് ഈ അക്കൗണ്ടിലേക്കാണെന്നും വിജിലൻസിന്റെ കണ്ടെത്തൽ. യുകെയിൽ നിന്ന് പണം അയച്ചത് മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന എൻജിഒയുടെ അക്കൗണ്ടിലൂടെ. പണം കൈമാറാൻ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ഈ സംഘടന MOU ഒപ്പിട്ടില്ല എന്നും കണ്ടെത്തലുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം മുൻപുള്ള സംഭവമാണെങ്കിൽ പോലും അതുമായി സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്, അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അക്ഷയ, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണം, അതിനുശേഷം CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസ് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ വിജിലൻസ് വ്യക്തമാക്കുന്നത് ഈ പുനർജനി പദ്ധതിയുടെ ഫണ്ട് സ്വരൂപണത്തിനായി വി ഡി സതീശൻ യുകെയിലേക്ക് പോയത് സംബന്ധിച്ച് ചില സംശയങ്ങളും അനുമാനങ്ങളുമാണ് വിജിലൻസ് ഈ റിപ്പോർട്ടിൽ നടത്തുന്നത്. അതിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും വി ഡി സതീശനും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും ആ UK യാത്രയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുമാണ് വിജിലൻസ് അനുമാനിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് വി ഡി സതീശൻ യുകെയിലേക്ക് പോയത് ഒമാൻ എയർവേസിന്റെ കോംപ്ലിമെന്ററി ടിക്കറ്റിലാണ്. ആ ടിക്കറ്റ് തരപ്പെടുത്തി കൊടുത്തത് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ്. മാത്രമല്ല ടിക്കറ്റിന്റെ ടാക്സ് അടച്ചിരിക്കുന്നതും മണപ്പാട്ട് ഫൗണ്ടേഷനാണ് എന്നുള്ളതാണ്. അതിനുശേഷം യുകെയിലെ വി ഡി സതീശന്റെ താമസ സൗകര്യം അടക്കം താനാണ് തയ്യാറാക്കി കൊടുത്തത് എന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മൊഴി നൽകിയതായും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വിദേശത്തെ പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് ആ പണത്തിന്റെ ട്രാൻസാക്ഷൻ സംബന്ധിച്ചുമുള്ള ചില സംശയങ്ങൾ കൂടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകൾ കൂടി വിജിലൻസ് റിപ്പോർട്ടിൽ നടത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ വിദേശത്ത് ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടക്കുന്നു. അതിന്റെ ഭാഗമായി പിരിച്ച പണം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ ബാങ്ക് അക്കൗണ്ട് വഴി 2018 മുതൽ 22 വരെ നിരന്തരം പണം ഇടപാട് നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി ഏതാണ്ട് 1,27,33,000 രൂപയാണ് ആ അക്കൗണ്ടിലേക്ക് വന്നത്. അതായത് പുനർജനി പദ്ധതിക്കായി പിരിച്ചെടുത്തിരിക്കുന്നത്. അതിൽ പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ UK മലയാളികളിൽ നിന്ന് പണം പിരിച്ചത് അവിടുത്തെ ഒരു NGO ആണ്. അത് MIAT എന്ന് പറയുന്ന ഒരു മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു NGO ആണ്. അവർ പണം സ്വരൂപിച്ച ശേഷം ആ പണം മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരം NGOകൾ തമ്മിൽ പണമിടപാട് നടത്തുമ്പോൾ ഒരു MOU ഒപ്പിടാറുണ്ട്. പക്ഷേ ഈ രണ്ട് NGOകൾ തമ്മിൽ അങ്ങനൊരു MOU ഒപ്പിട്ടിട്ടില്ല എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് FCRA നിയമലംഘനം ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാനായ അമീർ അഹമ്മദിനെതിരെയും CBI അന്വേഷണം വേണം എന്നുള്ളൊരു ശുപാർശ വിജിലൻസ് നൽകിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിന്റെ ആ റിപ്പോർട്ടിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഈ വി ഡി സതീശനായിക്കോട്ടെ, ഒപ്പം തന്നെ മണപ്പാട് ഫൗണ്ടേഷൻ അതിന്റെ ചെയർമാനായിട്ടുള്ള അമീർ അഹമ്മദ് ആയിക്കോട്ടെ, അദ്ദേഹവും പറഞ്ഞത് ഏതു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നോട്ടെ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിയമം ലംഘിക്കാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ഭയവുമില്ല ഏത് അന്വേഷണം നടക്കുന്നതിലും. വി ഡി സതീശന് വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ ഒരു വാർത്തയോട് തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് വി ഡി സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും നടത്തിയ പണപ്പിരിവിൽ അതിൽ കേന്ദ്ര ചട്ടങ്ങളുടെ പ്രത്യേകിച്ച് FCRA ചട്ടങ്ങളുടെ ലംഘനം ഉണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ആ ലംഘനത്തിന് പിന്നിൽ വി ഡി സതീശനും അമീർ അഹമ്മദും തമ്മിലുള്ള ഗൂഢാലോചനയുണ്ട് എന്നാണ് വിജിലൻസ് അനുമാനിക്കുന്നത്. അത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ ആൻ അൺഹോളി നെക്സസ് ആൻഡ് കോൺസ്പിറസി ബിറ്റ്വീൻ SO1 and S1 S2 are evident from the whole series of their foreign journey എന്നാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വി ഡി സതീശനും അമീർ അഹമ്മദും തമ്മിൽ ഒരു അൺഹോളി നെക്സസും ഉണ്ട്, ഒരു ഗൂഢാലോചനയും ഉണ്ട് ഈ യാത്രയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ്. മാത്രമല്ല വി ഡി സതീശൻ ഈ യാത്രയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അനുമതി തരുന്നത് സ്വകാര്യ യാത്രയെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടി അനുമതി തേടുകയും അതിനുശേഷം മറ്റൊരു മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി യാത്ര ചെയ്യുകയും അവർക്ക് വേണ്ടി അവരുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വേദി പണപ്പിരിവിനായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇതിനകത്ത് കേന്ദ്ര ചട്ടങ്ങളുടെ ലംഘനമായി
വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതല്ലാതെ വി ഡി സതീശന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കോ പണം വന്നതായിട്ടോ വി ഡി സതീശനെതിരെ വിജിലൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷനോ സാധ്യതയില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര ചട്ടങ്ങളുടെ ലംഘനം നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും FCRA ചട്ടപ്രകാരം അന്വേഷിക്കേണ്ടത് CBI ആണ്. അതിനുവേണ്ടിയിട്ടാണ് CBI അന്വേഷണം ശുപാർശ ചെയ്തതെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഇത് സംബന്ധിച്ച് ഇതിനകത്ത് ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 11 മാസം മുമ്പ് നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതിന് പിന്നിൽ സ്വാഭാവികമായും അതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവിനും UDF-നും ആരോപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെ തന്നെയാണ് അതിന്റെ ആരോപണം വന്നിരിക്കുന്നത്.